ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? ഏറ്റവും വേഗത കൂടിയ മെമ്മറി എന്ന് പറയുന്നത് രജിസ്റ്ററാണ്. അടുത്ത ചോദ്യം, പോപ്പുലർ സെർച്ച് എഞ്ചിനുകളെ കുറിച്ചാണ്. എന്താണ് സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും തമ്മിലുള്ള വ്യത്യാസം? വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് സെർച്ച് ചെയ്യാനായിട്ട് ഒരു ടൂള് കാണും. അതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. എന്നാൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് വെബ് ബ്രൗസറാണ്. ഓക്കെ, നമുക്ക് പോപ്പുലർ സെർച്ച് എഞ്ചിനുകൾ നോക്കാം. ഗൂഗിളുണ്ട്, ബിങ് ഉണ്ട്. ബിങ് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. അടുത്തത് യാഹു ഉണ്ട്, ഡക്ക് ഡക്ക് ഗോ ഉണ്ട്. ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്നത് പ്രൈവസിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. എക്കോസിയ ഉണ്ട്, ബ്രേവ് സെർച്ച് ഉണ്ട്, സ്റ്റാർട്ട് പേജ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനുണ്ട്. അടുത്തത് യാൻഡെക്സ്, റഷ്യക്കാർ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് യാൻഡെക്സ് എന്ന് പറയുന്നത്. ബൈഡു ചൈനക്കാർ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ക്യുവാണ്ട് ആരുടെയാണ്? ഫ്രഞ്ചുകാർ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോമാണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അടുത്ത ചോദ്യം, വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചാണ്. മോസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസേഴ്സ്: ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി. ഇത് 4 ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സാണ്. സഫാരി ആപ്പിളിൻ്റെയാണ്. പിന്നെ ഒപ്പേറ പഴയ ഒരു വെബ് ബ്രൗസറാണ്. ബ്രേവ്, വിവാൽഡി, ഇതും വെബ് ബ്രൗസേഴ്സാണ്. പിന്നെ ടോർ ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന ഫോർ അനോണിമസ് ബ്രൗസിംഗ് എന്നാണ്. അടുത്ത യു സി ബ്രൗസറും ഒരു പഴയ ഒരു വെബ് ബ്രൗസറാണ്. ഒരു അണ്ണാൻ്റെയൊക്കെ ഒരു സിമ്പലുള്ള ഒരു വെബ് ബ്രൗസറാണ്. സാംസങ് ഇൻ്റർനെറ്റ് ബ്രൗസറുണ്ട്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, അതെന്താണ്? പഴയ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു വെബ് ബ്രൗസറാണ്, ഇപ്പം നിലവിലില്ല. അടുത്തത് മാക്സ്റ്റൺ ഉണ്ട്. പുഫിൻ ബ്രൗസർ ഇപ്പോൾ ഒരു പെയ്ഡ് ബ്രൗസറാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് മോസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സെർച്ച് എഞ്ചിനുകളിൽ വെബിനെ തിരയാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് വെബ് ക്രൗളർ. അതിന് മറ്റൊരു പേരിൽ പറയും, സ്പൈഡർ എന്ന് പറയും, ബോട്ട് എന്ന് പറയും, അതുപോലെ തന്നെ റോബോട്ട്സ് എന്നും പറയും. വെബ് ക്രൗളറാണ് സെർച്ച് എഞ്ചിനുകളിൽ വെബിനെ തിരയാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, www വേൾഡ് വൈഡ് വെബിൽ നിന്ന് ഇൻഫർമേഷനുകൾ എടുക്കുവാൻ യൂസറിനെ സഹായിക്കുന്ന വെബ്സൈറ്റാണ് സെർച്ച് എഞ്ചിനുകൾ. ഓക്കെ, അടുത്ത ചോദ്യം, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അടുത്ത ചോദ്യം, ഇമെയിൽ മെസ്സേജ് സ്വീകരിക്കുന്നതിന് ക്ലയൻറ്റ് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ. നമ്മൾ അയക്കുന്ന മെസ്സേജ് മറ്റൊരാൾക്കായിരിക്കുമല്ലോ കിട്ടുന്നത്. ആ മറ്റൊരാൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, അതായത് ക്ലയൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയാം. അതിൻ്റെ ആ പ്രോട്ടോക്കോൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആ 2 പ്രോട്ടോക്കോളുണ്ട്. POPO ഉണ്ട്, IMAP ഉണ്ട്. POP എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളും IMAP എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോളുമാണ്. 2 എണ്ണം ഉണ്ട്. അടുത്ത ചോദ്യം, ഇൻ്റർനെറ്റ് ഫോറം ഓരോ വിഷയത്തെ അടിസ്ഥാനമാക്കി ചർച്ചകൾക്ക് ഉദാഹരണമായി പറയാവുന്നത് ത്രെഡും ഉബണ്ടു ഫോറമാണ്. ഇൻ്റർനെറ്റ് ഫോറത്തിൽ ഓരോ വിഷയത്തെയും കുറിച്ച് ചർച്ചകളുണ്ടാവും. അതിനുപയോഗിക്കുന്നതാണ് ത്രെഡും ഉബണ്ടു ഫോറവും എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വെബ് ലോഗ് എന്നാൽ എന്ത്? വെബ് ലോഗ് എന്ന് പറയുന്നത് ബ്ലോഗിനെയാണ് വെബ് ലോഗ് എന്ന് പറയുന്നത്.